19,024 feet. Yeah, man. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെൻറ്റിലാട്ടോ. ഗുഡ് മോർണിംഗ്. സോ നമ്മൾ ഇന്നലെ ഹാൻലിലെത്തി സ്റ്റേ അടിച്ചത് ഇവിടെയായിരുന്നു. ഇന്ന് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. യെസ്, നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റോഡായിട്ടുള്ള ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന റോഡായിട്ടുള്ള ഉമ്മലിംഗല റോഡ് നമ്മൾ കീഴടക്കാൻ പോവുകയാണ്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതേപോലെ ടെൻഷനുമുണ്ട്, വേറൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഓക്കെ, അപ്പം നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല രാത്രി. ഇന്നലെ ഞാൻ ഇവിടെ എത്തിയ സമയത്ത് വലിയ കുഴപ്പമില്ലാത്ത തണുപ്പായിരുന്നു. പക്ഷേ രാത്രി ആകുന്തോറും തണുപ്പ് കൂടി വന്നു. അപ്പം നമ്മൾ ലഗേജൊക്കെ ഫ്രീ ആയിട്ടാണ് പോകുന്നത്. ഇതിലും ടൂൾ ബോക്സ്, പിന്നെ ഓക്സിജൻ സിലിണ്ടർ, പിന്നെ റെയിൻ കവർ, അങ്ങനത്തെ മാത്രം ക്യാരി ചെയ്തു. പെട്രോൾ ഒരു 75% ഉണ്ട്. അടിപൊളി വ്യൂ ആട്ടോ അവിടെ. ഗ്രാമം ഹാൻല എന്ന് പറഞ്ഞ ഗ്രാമം നോക്കിയേ. വലിയ തണുപ്പില്ല ഇപ്പോൾ ഇവിടെ, ഒരു മൈൽഡായിട്ടുള്ള ഒരു തണുപ്പാണുള്ളത്. സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ തണുപ്പാണുള്ളത്. ഇനി അങ്ങോട്ട് പോകുന്തോറും ചിലപ്പോൾ തണുപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ റെയിൻ കവറൊക്കെ എടുത്തത്. ബിക്കോസ് റെയിൻ കവർ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മളെ ബോഡി ചൂടാകുമ്പം പുറത്തേക്ക് ആ ചൂട് പോവില്ല, അതവിടെ ഇങ്ങനെ തങ്ങി നിന്നോളൂ. ഓക്കെ, നമ്മുടെ ലെഫ്റ്റ് സൈഡ് കണ്ടോ, പശുക്കുട്ടികളാണോ അത് അതോ യാക്കാണോന്ന് അറിയില്ല. യാക്കാണ് കേട്ടോ. ഒമ്പോ എന്താണത്? ഈ എന്താ പറയുക, അവരുടെ ആ സട ഉണ്ടല്ലോ, അതിങ്ങനെ ഫുള്ളായിട്ട് ഫുള്ള് യാക്കാട്ടോ. നമ്മുടെ നാട്ടിൽ പശു ഉള്ള പോലെയാണ് ഇവിടെ യാക്ക്. ഓക്കെ, കണ്ടോ, കമ്പിളി പുറത്ത് വെച്ച പോലെ ഉണ്ട് കാണാൻ. ഹാൻലയിലേക്ക് വരുവാണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ലെഫ്റ്റിലേക്കൊരു ഇത് കാണാം, 55 കിലോമീറ്റർ. ഇതാ വേ ടു ഉംലിംഗ്ല 92 കിലോമീറ്റർ വയ ഫോർട്ടില്ല ടോപ്പ്. അതായത് ഇവിടെ ഒരു ഐ ലവ് ഹാൻലെ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണാം. അപ്പോൾ ഇതിലായിരിക്കും, ഇവിടെ നിന്നാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഹാൻലയിൽ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ്, ഹാൻലയിൽ നിന്ന് വരുമ്പോൾ റൈറ്റിലോട്ട്. ഓക്കെ, പോവാം. വിട്ടോ. അപ്പം ഇവിടെ തന്നെ കാണാം വേ ടു ഉംലിംഗ്ല 92 കിലോമീറ്റേഴ്സ് എല്ലാം കാണാം കേട്ടോ. അതേപോലെ ഇവിടെ ബോർഡ് കാണാം. അപ്പം കൺഫ്യൂഷനൊന്നും വേണ്ട. അങ്ങനെ നമ്മളിത് ഫോർട്ടില്ല ടോപ്പ് വഴി ഉംലിംഗ്ലയിലേക്ക് കയറാൻ പോവുകയാണ്. നിലവിൽ ഉംലിംഗ്ല ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വണ്ടി ഓടിക്കാൻ, അതായത് വാഹനം ഓടിക്കാൻ അനുയോജ്യമായ റോഡ് എന്നറിയപ്പെടുന്നത്. അത് എനിക്ക് തോന്നുന്നൊരു കൊല്ലത്തിനുള്ളിൽ അതിൻ്റെ പദവി പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും. കാരണം BRO വേറൊരു സ്ഥലത്തേക്ക്, അതിൻ്റെ കറക്റ്റ് പേരറിയില്ല, വേറൊരു സ്ഥലത്തേക്ക് ഇവർ റോഡ് പണിതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 15,300 ആൾട്ടിറ്റ്യൂഡ് ലെവലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഹാൻലെ എന്ന് പറയുമ്പം 15,300 അടി മുകളിലാണ്, സമുദ്രനിരപ്പിൽ നിന്നും 15,300 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ഇതുണ്ടോ, ഫ്രഷ് പുതിയ റോഡാണ്. ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ആർമി ക്യാമ്പ് ഉണ്ട്, BROയുടെ ക്യാമ്പ് ഇതാ BRO എന്ന് എഴുതിയിട്ടുണ്ട്. വലതുഭാഗത്ത് തകൃതിയായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഹാൻലെ എത്തിയ അന്ന് രാത്രി, അതായത് ഇന്നലെ രാത്രി ഒരു ഡയമോക്സി ടാബ്ലറ്റ് എടുത്തു. പിന്നെ അതുപോലെ ഇന്ന് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരു ഡയമോക്സി എടുത്തു. അപ്പം ഡയമോക്സി ടാബ്ലറ്റ് എന്തായാലും എടുക്കുന്നത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ കുറയും. അപ്പം ഓക്സിജൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടാബ്ലറ്റാണ് ഡയമോക്സി 250 mg. സോ അത് ഭക്ഷണശേഷം എടുക്കുന്നത് നന്നായിരിക്കും. 2 per day എന്നാണ് ഇത് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. എന്തുകൊണ്ട് നന്നായിരിക്കും? ബിക്കോസ് അറിയാലോ, നമ്മൾ വരുന്നത് 10 മീറ്റർ എലവേഷൻ എന്നാണ്. അതായത് കൊച്ചി കോഴിക്കോടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങ് താഴെ കിടക്കുന്ന സംഭവമല്ലേ. അപ്പം നമ്മൾ അത്രയും, പിന്നെ ഒരു 4,000-5,000 മീറ്റർ മുകളിലേക്കാണ് പിന്നെ നമ്മൾ വരുന്നത്.
അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടാബ്ലറ്റ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇന്നലെ ഓംലിംഗിൽ പോയിട്ട് വന്ന 2 റൈഡേഴ്സ് നമ്മുടെ ഹോം സ്റ്റേയിലുണ്ടായിരുന്നു. അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡൊക്കെ ചുമ്മാ അവർക്ക് തോന്നിയ പോലെ സിക്സാഗായിട്ട് വരച്ച് വെച്ചേക്കുക എന്നാണ് പറഞ്ഞത്. അപ്പം ഡോണ്ട് റഷ് എന്നാണ് പറഞ്ഞത് പുള്ളി പറഞ്ഞത്. ഭയങ്കര സ്ലോ ആയിട്ട് പോവുക, ഒരിക്കലും ഫാസ്റ്റായിട്ട് പോകരുത്. വിൻ്റർ ക്ലോവ് എടുത്തിട്ടു, ബിക്കോസ് തണുപ്പടിക്കുന്നുണ്ട്. പിന്നെ ഈ റൂട്ടിലിപ്പം ഞാനും സുഹിത്തേട്ടനും അവരുടെ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. വേറെയും കാണുന്നില്ല റൈഡേഴ്സിനൊന്നും. എനിക്കറിയില്ല, മിക്കവാറും അവരൊക്കെ 2 ദിവസം മുന്നേ കടിച്ചു പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇന്ന് വരുന്നത് ആൾക്കാർ വരുന്നേ ഉണ്ടാവുള്ളൂ, ചിലപ്പം പോയിട്ടുണ്ടാവാം, മുകളിലുണ്ടാവാം, ഒന്നും അറിയില്ല. ആ മഞ്ഞുമലേൻ്റെ ഏകദേശം ലെവലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓ എൻ്റെ മോനെ, ഹിമാലയാസ്. ഓ അയ്യോ, നമ്മൾ വന്ന റോഡൊക്കെ കാണാനുണ്ടല്ലോ, പേടിയാവും. ഓ മാൻ, ചിന്തിക്കാൻ പറ്റുന്നില്ല. ആ റോഡൊക്കെയാണ് വരുന്നത്, ആ റോഡൊക്കെയാണ് നമ്മൾ കയറി വന്നതെന്ന്. യെസ്, സോ വി ആർ അറ്റ് ദ ടോപ്പ് ഓഫ് വേൾഡ്സ് 6th highest motorable pass. ഇത് നമ്മൾ ഓടിക്കുന്നത് ലോകത്തിലെ തന്നെ 6ാമത്തെ ഹയസ്റ്റ് മോട്ടറബിൾ പാസ് ആട്ടോ. നമ്മൾ എത്ര ഇതിനകത്ത് നോക്കാം. ഓ ഷിറ്റ്, ഇപ്പം എന്തിനാ യോനൊക്കെ വരുന്നത്? കോമ്പസ് യെസ്, സി 5500 മീറ്റർ എലവേഷൻ. കുഴപ്പമില്ല, ഫാസ്റ്റ് നമ്മൾ കയറി താഴത്തെത്തി. നമുക്ക് ഇവിടെ ഗേറ്റ് വേ ടു കണ്ടോ, ഗേറ്റ് വേ ടു ഉംലിംഗ്ല. ഇതാണ് ചുസുംല ബ്രിഡ്ജ്. ഓക്കെ, ഇവിടെ ഉംലിംഗ്ലേൻ്റെ കാണാം, ദംചോക്ക് എന്ന് കാണാം. ഒക്കെ ഈ റൂട്ടാണ് പോകേണ്ടത്, ഉംലിംഗ്ല. യാ യെസ്, ദിസ് ഈസ് ദി ഗേറ്റ് വേ ഓഫ് ഉംലിംഗ്ല. യാ Where are you? Ta 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 ta. You are now higher than Everest Base Camp. Come on, man. Woo. And മോനെ, yeah. പൊളി. ബേസ് ക്യാമ്പിൻ്റെ മുകളിലെത്തി നമ്മൾ. നോക്കട്ടെ, ഹലോ, ഓക്കെ ആണോ? കൂൾ, ഓക്കെ ആണോ? എൻ്റെ മോനെ, ഓരോ പ്രാവശ്യം അങ്ങനെ കയറുമ്പോഴുണ്ടല്ലോ ഗൂസ് ബംസ്, ഓരോ ബോർഡ് കാണുമ്പോൾ. യാ മാൻ, വിൽ ടേക്ക് സം ഫോട്ടോസ്. ഓക്കെ ഇതടാ, എവിടെയാണോ? നല്ല തണുപ്പുണ്ട്. നമ്മൾ ഡ്രൈവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 100 മീറ്റർ ടു റീച്ച് ഉംലിംഗ്ല. 1 കിലോമീറ്റർ കൂടി കേട്ടോ. രോമാഞ്ചം. ഈ ലോകത്തിൻ്റെ നെറുകയിലേക്ക് നമ്മൾ നമ്മുടെ വണ്ടി ഓടിച്ച് കയറി പോവുക. യാ മാൻ. ഓ, ഇതിൻ്റെ മുകളിലേക്ക് ഒരു റോഡ് ഇല്ല ലോകത്തിൽ, ഇതാണ്. യെസ് മാൻ, യെസ്. World highest motorable road. Oh my God. Bro welcomes you. Highest motorable pass in the world.
19,024 feet. Yeah, man. The highest motorable pass. Guys, ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെൻറ്റിലാട്ടോ. കാരണം എന്താ അറിയില്ലേ, ഹുംലിംഗ്ല ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടറബിൾ പാസിലാണ് നമ്മുടെ ബൈക്ക് എടുത്ത് വന്നേക്കുന്നത്. അപർണ വി മേഡ് ദിസ്. യോ ചേട്ടാ കൈ ഇടിക്കണോ ഗൈസ്? കണ്ടോ നമ്മുടെ ഫ്ലാഗ് കണ്ടോ നമ്മളുടെ ഉയർത്തി. ഗൈസ് എനിക്കിപ്പോൾ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഒരു സ്പൈനൽ ഇഞ്ചറി പോലെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ സ്പൈനൽ ഡിസ്ക് മിസ്പ്ലേസ് ആയി പോയിട്ട് എന്നോട് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്ക് ഇനി ഒരിക്കലും വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നാണ്. വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇത്രയും ദൂരം വന്ന് നോക്കൂ. വണ്ടി ഓടിച്ച് നമ്മൾ ഹൈയസ്റ്റ് മോട്ടോർ റോഡിലെത്തി. വണ്ടി ഓടിച്ചെത്തി. സി This is our big day. Woo!